بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحابه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا محمد. അഭിവന്യരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്നേഹനിധികളായ സഹോദരിമാർ, പഠനവേദി ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ വർദ്ധിപ്പിച്ച് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും അഹ്ലുകാരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പരിശുദ്ധമായ റബീഇൻ്റെ പകലുകളെ, രാത്രികളെ അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമു കൊണ്ടും വളരെ പ്രസക്തമായ പ്രമേയങ്ങൾ ചർച്ച ചെയ്ത് ഇരുവീട്ടിലും ഉപകാരപ്രദമായ അറിവ് സമ്പാദിക്കാനും അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിക്കാനുമുതകുന്ന പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഗ്രൂപ്പിൽ വളരെ പ്രശംസനീയാർഹമായ ഈ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യട്ടെ. അണിയറയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന, നേതൃത്വം നൽകുന്ന ബഹുവന്യരായ ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇത് ശ്രവിക്കുന്ന, അർഹിക്കുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് അവൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇരുവീട്ടിലും നമ്മയൊക്കെ സുഅദായിൽ ചേർത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നാം ചർച്ചക്കെടുത്ത വിഷയം മരണാനന്തര കർമ്മങ്ങൾ, ഒരെത്തിനോട്ടം. പ്രവിശാലമായ വിഷയമാണ്. മണിക്കൂറുകളുടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട വിഷയമാണ്, നമുക്ക് ബോധ്യമുണ്ട്. ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ പഠനവേദിയിൽ ഈ ചർച്ചയുമായി ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരാൾക്കും തർക്കമില്ലാത്ത പരമമായ സത്യമാണ്, അവിതർക്കിതമായ കാര്യമാണ് മരണം നമ്മയൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നത്. നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ ആദ്യം മരിക്കുന്നത് ഞാനായാൽ മതിയായിരുന്നു, മറ്റുള്ളവരുടെ മരണം എനിക്ക് താങ്ങാൻ കഴിയുകയില്ല, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, കുടുംബ ബന്ധങ്ങളെ നമ്മിൽ നിന്ന് മരണം കൂട്ടിക്കൊണ്ടുപോകുന്നത് സഹിക്കാൻ കഴിയാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് പലപ്പോഴും നാം ഒക്കെ ആഗ്രഹിക്കും നമ്മുടെ വീട്ടിലെ ആദ്യം യാത്രയാവുന്നയാൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പക്ഷേ സത്യം, ആ
പരമമായ സത്യം അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനത്തിൽ ഏത് സമയത്താണ് നമ്മിലൊക്കെ നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, സമയമെത്തിക്കഴിഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട സെക്കൻഡിലേക്ക് സൂചി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരര സെക്കൻഡ് പോലും വൈകിപ്പിക്കുകയില്ല എന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ മുമ്പ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ സൗഹൃദത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ മുമ്പിൽ വച്ച് മരണം കൊണ്ടുപോകുന്നത്, മറ്റുള്ളവരെ കൊണ്ടുപോകുന്നത്, അതിന് നാം സാക്ഷികളാകുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിംകളായ നമ്മൾ പരസ്പരമുള്ള ബാധ്യതകളെ വിശദീകരിച്ചിടത്ത്, 6 കടമകളെ വിശദീകരിച്ചിടത്തും വിശുദ്ധ ദീൻ ഓർമ്മപ്പെടുത്തിയത് നിന്റെ സുഹൃത്ത് അതല്ലെങ്കിൽ മറ്റുള്ള ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം മരണപ്പെടുമ്പോൾ അവനോട് നിനക്ക് സാമൂഹ്യമായ ചില ബാധ്യതകളുണ്ടെന്നാണ്. ആ ബാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരാവുകയും അത് നിർവഹിക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവരുമാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. മരണത്തെ നാം ഒക്കെ ഏത് സമയവും പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് രോഗികൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും ഇടപാടുകൾ പൂർണ്ണമായും അത് വാചികമായതും പ്രവൃത്തികളെ കൊണ്ടുള്ളതും സമ്പത്ത് കൊണ്ടുള്ളതുമായ എല്ലാ ബാധ്യതകളിൽ നിന്നും പരിപൂർണമായും ഒഴിവായവനായി ജീവിക്കണമെന്ന് വിശുദ്ധ ദീൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ പൊരുത്തപ്പെടിക്കുന്നത് പോലെ ഉംറക്കൊരുങ്ങി യാത്രയാകാനിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോടൊക്കെ നാം ഇടപാടുകളിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടെ പരിപൂർണമായും ഒഴിവാവാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ അറ്റമില്ലാത്ത അനന്തമായ യാത്രയിലേക്ക് ഏത് സമയവും നാം പുറപ്പെട്ടേക്കാം എന്ന ആ ഒരു തീരുമാനത്തിൽ നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് നാം ബോധവാന്മാരാകണമെന്ന് ദീൻ നമ്മെ വളരെയധികം കർശനമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സംബന്ധിച്ചിടത്തോളം 2 അവസ്ഥയിലുണ്ട്. മരണം ആസന്നമായി കിടക്കുന്ന രോഗികളുണ്ട്. ഇനി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കപ്പെടാത്ത രോഗങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവർ, പ്രത്യേകിച്ച് അവരെ സന്ദർശിക്കുന്നവരും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ദീൻ ഓർമ്മപ്പെടുത്തുന്നു. രോഗം ഒരിക്കലും ശിക്ഷയല്ല, അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ്. ആ പരീക്ഷണം തന്നെ അള്ളാഹു ശുദ്ധനാക്കാനും ജീവിതത്തിൽ കഴിഞ്ഞുപോയ കുറവുകളിൽ നിന്ന് അള്ളാഹു നമ്മെ വൃത്തിയാക്കാനുമാണ് രോഗം തരുന്നതെന്ന ബോധ്യം രോഗിക്കുണ്ടാവണമെന്ന് പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് ബോധ്യമാകും. തിരിച്ചുവരവ് പ്രതീക്ഷിക്കപ്പെടാത്ത രോഗികളാണെങ്കിൽ അവൻ്റെ അടുക്കൽ ചെല്ലുന്നയാൾ, രോഗസന്ദർശനത്തിന് ചെല്ലുന്നവൻ പ്രത്യേകമായും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ ദീൻ ഓർമ്മപ്പെടുത്തിയത്, ഹദീസുകളിൽ നമ്മെ തര്യപ്പെടുത്തിയത്, അവനോട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ബോധമുണ്ടാക്കി കൊടുക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ടാക്കി കൊടുക്കണമെന്നാണ്. മറ്റൊന്ന്, അവൻ്റെ കിടത്തം ശ്രദ്ധിക്കണമെന്നാണ്. ഖിബിലയിലേക്ക് അവൻ്റെ മുഖവും അവൻ്റെ 2 കാൽ വെള്ളകളും വരുന്ന രൂപത്തിൽ കിഴക്കു പടിഞ്ഞാറിലായി മലർത്തിക്കിടത്തുകയോ, മഹാന്മാരായ പണ്ഡിതന്മാർ മയ്യത്തിനെ കിടത്തുന്ന രീതിയും മരണം ആസന്നമായ രോഗിയെ കിടത്തുന്ന രീതിയും വിശദീകരിച്ചത്, ഒന്നുകിൽ വലതുഭാഗത്തിൻ്റെ മേൽ ചരിച്ചു കിടത്തി മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും ഒക്കെ ഖിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ കിടത്താൻ ശ്രദ്ധിക്കണമെന്നാണ്. അഥവാ വടക്കോട്ട് തലയും തെക്കോട്ട് കാലും വെച്ച് വലതുഭാഗത്തിലേക്ക് ചരിച്ചു കിടത്തണമെന്നാണ്. പ്രയാസമാണെങ്കിൽ മലർത്തിക്കിടത്താം. എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്, ഷർഹുൽ മുഹദ്ദബിലൊക്കെ
പ്രത്യേകിച്ച് പറഞ്ഞത് വ അലൈഹി അമലുന്നാസി, മലർത്തിക്കടത്തലാണ്. ചെരിച്ചു കടത്താൻ കഴിയുമെങ്കിലും ആ സമയത്ത് കൂടുതൽ ആശ്വാസം മലർത്തിക്കടത്തലാണ്. അങ്ങനെയാണ് നാടുകളിലൊക്കെ ചെയ്തു പോരുന്നത് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മുഖവും 2 കാൽവള്ളകളും ഖിബിലയിലേക്ക് വരുന്ന രൂപം, കിഴക്കോട്ട് തലയും പടിഞ്ഞാറോട്ട് കാലും വെച്ച് കിടത്തം ശരിപ്പെടുത്തുക എന്നാണ്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ സ്ഥലത്തേക്ക് വരാൻ സൗകര്യപ്പെടുത്തുക എന്നതാണ്. ഞാൻ കൃത്യമായി ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറയപ്പെടേണ്ട വിഷയങ്ങളാണെന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. ഒന്ന് ഓടിപ്പോവുക മാത്രമാണ് ഈ സമയത്ത് ചെയ്യുന്നത്. കിടത്തം ശരിപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടേക്ക് വരാൻ പ്രവേശിക്കാൻ കൂടുതൽ സൗകര്യമുള്ള സാഹചര്യം ഒരുക്കുകയുമാണ് സന്ദർശകരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കാനുള്ളത്. കുളി നിർബന്ധമായവരും അതുപോലെ ആർത്തവകാരികളും പ്രസവിച്ച് കിടക്കുന്ന നിഫാസുള്ള സ്ത്രീകളുമൊക്കെ ആ റൂമിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് മാറിക്കൊടുക്കുകയും സൂറത്തു റാഅദും സൂറത്തു യാസീനും ആ മരണം ആസന്നമായ രോഗിയുടെ അടുത്ത് വച്ച് പാരായണം ചെയ്യപ്പെടുകയും വേണമെന്ന് ആ സമയത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് കൂടുതൽ സൗകര്യപ്പെടുന്ന അവസ്ഥ. അതുപോലെ തുറന്നു വച്ച ഫോട്ടോസുകളും അതുപോലെ നായ പോലെയുള്ള റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് വരാൻ തടസ്സമാകുന്ന രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ മാറ്റിവെക്കുകയും ചെയ്യണമെന്ന് ഫുഖഹാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ആ രോഗിയുടെ അടുത്ത് വച്ച് പരിശുദ്ധമായ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കത്തക്ക വിധം നിങ്ങൾ ചൊല്ലൂ എന്ന് നിർബന്ധിപ്പിക്കാതെ, നിങ്ങൾ ചൊല്ലുന്നുണ്ടോ എന്നാവശ്യപ്പെടാതെ അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ അതുച്ചരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെവിയിലോ അത് കേൾക്കുന്ന വിധം അടുത്ത് വച്ചോ ചൊല്ലിക്കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒരിക്കൽ ചൊല്ലിയാൽ പിന്നീട് മറ്റുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്ന സമയം വരെ അത് ചൊല്ലിക്കൊടുക്കേണ്ടതില്ല എന്നും, മറ്റുള്ള സംസാരം ആ രോഗിയിൽ നിന്നുണ്ടായാൽ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലൽ ആവർത്തിച്ചു കൊടുക്കണമെന്നും ഫുഖഹാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ചുണ്ട് നനച്ചു കൊടുക്കലും, വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം കൊടുക്കലും, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യലുമൊക്കെ ഈ സമയത്ത് പ്രത്യേകം ആ രോഗിക്ക് വേണ്ടി നാം ചെയ്യുന്ന, ആ സമയത്ത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ സഹായകരമായ കാര്യങ്ങളാണെന്ന് നാം ഓർക്കുക. കാലടികൾ തളർന്നു പോവുക, മൂക്ക് ചാഞ്ഞു പോവുക, തല എണ്ണ തേച്ച പോലെ മിനുങ്ങുക, പല്ലുകൾ നീണ്ട് ചുണ്ടുകൾ ചെറുതായിരിക്കുക, വിരലുകൾ പൊട്ടിച്ചാൽ പൊട്ടാതിരിക്കുക, ഇതൊക്കെ മരണ ലക്ഷണങ്ങളാണെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്യാദി ലക്ഷണങ്ങൾ കണ്ടാൽ, പ്രത്യേകിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സൂറത്തു യാസീൻ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് സൂറത്തു യാസീൻ, മരണം ആസന്നമായ ഇഖ്റഉ സൂറത്ത യാസീൻ ഇൻദ മൗതാക്കും, ആ സൂറത്തു യാസീൻ മരണം ആസന്നമായവരുടെ അടുക്കൽ വെച്ച് ഓതുമ്പോൾ ആ യാസീൻ സൂറത്തിലെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു തആല പ്രത്യേകക്കാരായ മലക്കുകളെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇറക്കുമെന്നും, യശ്ഹദൂന ഗസ്ലഹു വതക്ഫീനഹു വദഫ്നഹു, അദ്ദേഹത്തെ കുളിപ്പിക്കുന്നിടത്തും അദ്ദേഹത്തെ മറവ് ചെയ്യുന്നിടത്തും അദ്ദേഹത്തെ നിസ്കരിക്കുന്നിടത്തുമൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് യാസീനിലെ ഹർഫുകളുടെ എണ്ണമനുസരിച്ച് മലക്കുകൾ ഹാജരാകുമെന്നും മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മരണം ആസന്നമായ രോഗിയെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ് നേരത്തെ ഓർമ്മപ്പെടുത്തിയത്. ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ, മരണം ഉറപ്പായാൽ ആദ്യം ചെയ്യേണ്ടത് മരിക്കുന്ന സമയത്ത് 2 കണ്ണുകളും തുറന്നു കിടക്കുന്ന,
മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ കയറി ചെന്ന സമയത്തും ഈ ഒരു രംഗം കണ്ടിട്ട് തങ്ങൾ ഉടനെ പറഞ്ഞത് ഇന്നൽ മയ്യിത്ത ഇദാ ഖുബിള തബിഅഹു ഐനാഹു. ഒരു മയ്യത്തിൻ്റെ റൂഹ് പിടിക്കപ്പെടുമ്പോൾ, മയ്യത്തായി കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് തബിഅഹു ഐനാഹു, അവൻ്റെ റൂഹ് ആ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ കണ്ണുകൾ അതിനോട് തുടർന്നു കൊണ്ടേയിരിക്കും, അഥവാ നോക്കിയിരിക്കുന്ന. അങ്ങനെ ആ കണ്ണിൻ്റെ കൃഷ്ണമണി മറിഞ്ഞു നിൽക്കുന്ന വെള്ള മാത്രം, കണ്ണിൻ്റെ വെള്ളഭാഗം മാത്രം കാണുന്ന അവസ്ഥയിലായിരിക്കും മരിച്ചാൽ ഉടനുണ്ടാകുക. അതുകൊണ്ട് നോക്കുന്നവർക്കത് വെറുപ്പായി തോന്നാനും പേടി വരാനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് മരിച്ചാൽ ഉടനെ മയ്യത്തിൻ്റെ 2 കണ്ണുകളും അടക്കുന്നത് സുന്നത്താണ്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യേണ്ടത് 2 കണ്ണുകളും ചിമ്മിപ്പിക്കണം എന്നാണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി കണ്ണ് ചിമ്മിപ്പിക്കണമെന്ന. ഇനി അഥവാ കണ്ണ് ചിമ്മിപ്പിച്ചിട്ടും ചിമ്മണില്ലെങ്കിൽ, തുറന്ന് അടയാതിരുന്നാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ മയ്യത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നിന്ന് കാലിൻ്റെ 2 തള്ളവിരലുകളും ഒരാൾ അദ്ദേഹത്തിൻ്റെ 2 തോളുകളും ഒന്ന് പിടിച്ച് പതുക്കെ വലിക്കുകയാണെങ്കിൽ, തലൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾ 2 തോള് പിടിച്ചിട്ട് മേലേക്ക് വലിക്കുക, കാലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾ കാലിൻ്റെ 2 തള്ളവിരലുകൾ പതുക്കെ ഒന്ന് വലിച്ചാൽ വേഗം കണ്ണ് ചിമ്മിപ്പിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം കണ്ണ് ചിമ്മിപ്പിക്കുകയാണ് വേണ്ടതെന്ന് നാം പഠിച്ചു. ഇനി രണ്ടാമത്, ഈച്ച പോലെയുള്ള പ്രാണികൾ വായയിൽ കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവകാശികൾ ഓരോരുത്തർ വരുമല്ലോ. അത് ഉറുമ്പാവാം, ഈച്ചയാവാം, മറ്റു പ്രാണികളാവാം. ആ സമയത്ത് ആ മയ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രാണികൾ കയറാതിരിക്കാൻ വേണ്ടി, അഭംഗി ഒഴിവാകാൻ വേണ്ടി, വായി തുറന്നുവെച്ച് നിൽക്കുന്ന അവസ്ഥയിൽ മയ്യത്തിനെ കാണാൻ രസമുണ്ടാവില്ലല്ലോ, ആ അഭംഗി ഒഴിവാക്കാനും വേണ്ടി വായ അടച്ചു വച്ച് താടിയെ തലയിലേക്ക് വീതിയുള്ള ഒരു ശീല കൊണ്ട് കെട്ടണം എന്ന 2. ഒന്ന്, കണ്ണ് ചിമ്മിപ്പിക്കുക, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മിപ്പിക്കൂ. 2, താടിയെ തലയിലേക്ക് വീതിയുള്ള ശീല കൊണ്ട് പിടിച്ചു കെട്ടുക. അതുപോലെ മൂന്നാമത്തെ കാര്യം കുളിപ്പിക്കുന്നതിനും മറ്റൊക്കെ കൂടുതൽ സൗകര്യമുണ്ടാകാൻ വേണ്ടി മയ്യത്തിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്ന് കെണിപ്പുകൾ മയപ്പെടുത്തുക എന്ന്. കൈയൊക്കെ മടക്കി നിവർത്തി, വിരലുകളൊക്കെ മടക്കി നിവർത്തി, മുട്ടും തോളും ഒക്കെ ഷോൾഡറൊക്കെ മടക്കി നിവർത്തി 2-3 പ്രാവശ്യം മടക്കി നിവർത്തി വെക്കുക. കാലുകളും അതുപോലെ തന്നെ മുട്ട്, മടമ്പ് ചന്തിയിലേക്ക് തട്ടുന്ന വിധവും കാൽമുട്ടുകൾ നെഞ്ചിലേക്ക് തട്ടുന്ന വിധവും 2-3 പ്രാവശ്യം ആവർത്തിച്ച് മരിച്ചാൽ ഉടനെ തന്നെ ചൂടാറുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. കെണിപ്പുകൾ മയപ്പെടുത്തുക എന്നാണ്, വതല്യീനു മഫാസ്വിലിഹി എന്നാണ് കിതാബുകളിലൊക്കെ ഉണ്ടാവുക. കെണിപ്പുകൾ മയപ്പെടുത്തുക, അതിൻ്റെ രൂപമാണ് പറയുന്നത്. കൈകളൊക്കെ നല്ലോ വിരലുകൾ സഹിതം മടക്കി നിവർത്തണം. പിന്നെ കഴുത്ത് 2-3 പ്രാവശ്യം അങ്ങനെ തിരിക്കണം. കാൽമുട്ടുകൾ നെഞ്ചത്തേക്ക് തട്ടുന്ന വിധവും മടമ്പ് ചന്തിയിലേക്ക് തട്ടുന്ന വിധവും 2-3 പ്രാവശ്യം മടക്കി നിവർത്തണം. ഇങ്ങനൊക്കെ ചെയ്തെങ്കിലേ കുളിപ്പിക്കുമ്പോൾ കൂടുതൽ സൗകര്യം ലഭിക്കുള്ളൂ. മയ്യത്തിനെ കുളിപ്പിക്കുന്നത് കൂടുതൽ സൗകര്യമുള്ള അവസ്ഥയിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊക്കെ കെണിപ്പുകൾ മയപ്പെടുത്തണം എന്ന് പറഞ്ഞത്. അതുപോലെ 4, മരണസമയത്ത് ധരിച്ചിരുന്ന എല്ലാ വസ്ത്രങ്ങളും മാറണം. ഈ സമയത്ത് വളരെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു കാരണവശാലും ഇത് കുളിപ്പിക്കുന്ന സമയത്താണെങ്കിലും വസ്ത്രം മാറുന്ന സമയത്താണെങ്കിലുമൊക്കെ നാം അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മയ്യത്ത് തൻ്റെ ശരീരം ജീവിതകാലത്ത് വളരെ രഹസ്യമായി മറച്ചുകൊണ്ട് നടന്നിരുന്ന ശരീരത്തെ ഒരു കാരണവശാലും കുളിപ്പിക്കുന്ന സമയത്ത് പോലും മയ്യത്തിൻ്റെ ഔറത്ത് അഥവാ മാ ബൈന സുറത്തി വറുക്കുബത്തി, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം കാണുന്നത് തെറ്റാണ്.
കുളിപ്പിക്കുന്നവർക്ക് പോലും ആ ഭാഗം മറ കൂടാതെ നോക്കൽ അനുവദനീയമല്ല എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വസ്ത്രം മാറണം, ധരിച്ച വസ്ത്രങ്ങളൊക്കെ മാറിയിട്ട് കനം കുറഞ്ഞ പുതപ്പല്ല, കട്ടിയുള്ള പുതപ്പല്ല, എന്നാൽ ശരീരത്തിൻ്റെ നിറം കാണാത്ത വിധം കട്ടിയുള്ള നീളമുള്ള മയ്യത്തിനെ ആകെ മൂടാൻ പറ്റുന്ന ഒരു വസ്ത്രം കൊണ്ട് മയ്യത്തിനെ പുതപ്പിക്കുക എന്നാണ് നാലാമത് ചെയ്യാനുള്ള കാര്യം. അതുപോലെ മയ്യത്തിനെ കിടത്തേണ്ടത് ഉയരമുള്ള കട്ടിൽ പോലെയുള്ള സ്ഥലത്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. അഞ്ചാമത്, വയറ് വീർത്ത് വന്ന് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്നതിനും അടക്കം ചെയ്യുന്നതിനൊക്കെ തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി. ഒരാൾ മരിച്ചാൽ പ്രതിരോധ ശക്തി കുറയുമെന്നാണല്ലോ, മയ്യത്തിന് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെയൊക്കെ മയ്യത്തിൻ്റെ ഉള്ളിലേക്ക് വായു കയറി വയറൊക്കെ വീർത്ത് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 50 ഗ്രാമിലധികം തൂക്കമുള്ള എന്തെങ്കിലും, ഇരുമ്പ് തന്നെ ആവണമെന്നില്ല, ഇനി മണലോ മറ്റോ ഒരു കിഴിയായി വെച്ചാലും വയറിൻ്റെ മുകളിൽ ഒരു കനം വെക്കുക എന്നാണ്. വയറ് വീർത്ത് വന്ന് മയ്യത്തിനെ മറവ് ചെയ്യാനും മറ്റും അസൗകര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മയ്യത്തിൻ്റെ വയറിൻ്റെ മുകളിൽ ഖനമുള്ള ഒരു വസ്തു വെക്കണമെന്നും ഫുഖഹാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് നാട്ടുകാരിൽ ആരെങ്കിലും ചെയ്യുക എന്നല്ല. നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരു മരണം സംഭവിച്ചാൽ, ഇതെല്ലാം വയതവല്ല ദാലിക അർഫഖു മഹാരിമിഹി എന്ന് ഉംദയിലൊക്കെ അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. വയതവല്ല ദാലിക അർഫഖു മഹാരിമിഹി, ആ മയ്യത്തിനോട് ഏറ്റവും മയത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറുന്നവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, കൂട്ടുകാരനാണ് ഈ പണിയൊക്കെ ചെയ്യേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ നാം ഒക്കെ ഈ വിഷയങ്ങളിൽ ബോധവാന്മാരാകണമെന്ന. മരിച്ചാൽ ഉടനെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റിൻ്റെ ഉള്ളിലായി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അള്ളാഹു നമ്മുടെ ഇൽമ് നാഫിയാക്കി തരട്ടെ. ഇനി ഗർഭിണിയായ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ, 6 മാസത്തിലധികം ഗർഭസ്ഥ ശിശുവിന് വളർച്ചയെത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായി പരിചയമുള്ള ഡോക്ടേഴ്സ് ഓർമ്മപ്പെടുത്തി, വയറ് കീറി കുട്ടിയെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ജീവനോടെ ജീവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള അവസ്ഥയിലാണ് കുട്ടിയുള്ളതെന്ന് അത് സംബന്ധമായി പരിചയമുള്ള ഡോക്ടേഴ്സ് അറിയിച്ചാൽ വയറ് കീറി ആ കുട്ടിയെ പുറത്തെടുക്കൽ നിർബന്ധമാണെന്നാണ് ഫുഖഹാ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിന് മുമ്പാണെങ്കിൽ ജീവിക്കാൻ സാധ്യതയില്ല, 6 മാസത്തിന് ശേഷമാണെങ്കിൽ ജീവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കുട്ടിയെ വയറ് കീറി അതല്ലെങ്കിൽ മറ്റുള്ള വിധത്തിൽ ആ കുട്ടിയെ പുറത്തെടുക്കൽ, മയ്യത്തിൽ നിന്ന് പുറത്തെടുക്കൽ നിർബന്ധമാണെന്നാണ് മസ്അല. അതുപോലെ തന്നെ മയ്യത്തിന് വല്ല കടങ്ങളുമുണ്ടെങ്കിൽ, കടങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് ആ കടങ്ങളെക്കുറിച്ചും കൂടുതൽ ബന്ധുക്കൾ, അടുത്തുള്ളവർ, ഏറ്റവും അടുത്ത ആ മയ്യത്തിനോടടുപ്പമുള്ളവർ ആ കടങ്ങൾ ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന്. നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ പ്രശംസനീയാർഹമായ ഒരു നല്ല സ്വഭാവമാണ്, മഹാന്മാർ നമുക്ക് കൈമാറിത്തന്ന ഏറ്റവും നല്ല ആചാരമാണ്. അതുവഴി മയ്യത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസവും അതിലുപരി പ്രതിഫലവും, അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും മറ്റു ദിക്റുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മദ്ഹുകളും സ്വലാത്തുമൊക്കെ ചൊല്ലിയിട്ട് മയ്യത്തിന് ഏറ്റവും ആശ്വാസം പകരേണ്ടുന്ന സമയങ്ങളിൽ ആശ്വാസം പകരുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണം പോലെയുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ട് മരണസമയം മുതൽ നമ്മുടെയൊക്കെ
നാടുകളിൽ നടക്കുന്ന ഏറ്റവും പ്രശംസനീയാർഹമായ നല്ല കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇനി മയ്യിത്തിനെ കുളിപ്പിക്കലാണ്. മയ്യിത്തിനെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത്, ആ മയ്യിത്തിനോട് ഏറ്റവും കടമപ്പെട്ടത് മക്കൾ, അതല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇങ്ങനെ കുളിപ്പിക്കാൻ ഏറ്റവും കടമപ്പെട്ടത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. കുളിപ്പിക്കുമ്പോൾ പലരും അശ്രദ്ധയിലായി പല കാര്യങ്ങളും ചില നാടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയ്യത്തിനെ ഒരു കാരണവശാലും വിവസ്ത്രയാക്കാൻ ഔറത്ത് വെളിവാക്കപ്പെടുന്ന വിധം കുളിപ്പിക്കാൻ പാടില്ല. അത് ഹറാമാണ്. മയ്യത്തിനെ മൂടിയിടണം. അതുപോലെ തന്നെ മയ്യത്തിനെ ഒരിക്കലും കമഴ്ത്തി കിടത്തുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതും ഹറാമാണ്. മൂന്നാമത്, മയ്യത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുന്ന വിധവും ഒരിക്കലും കുളിപ്പിക്കാൻ പാടില്ല. അതും നിഷിദ്ധമാണ്. അള്ളാഹു നമ്മുടെ ഇൽമു നാഫിയാക്കി തരട്ടെ. ധാരാളം വെള്ളം ആവശ്യമുണ്ട്. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ പ്രത്യേകമായ നിയ്യത്തൊന്നുമില്ല. എന്നാൽ നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. ഈ മയ്യത്തിൻ്റെ മേൽ നിർബന്ധമായ കുളിയെ ഞാൻ കുളിപ്പിക്കുന്നു എന്ന് സുന്നത്തായ ഒരു നിയ്യത്ത് ചെയ്യൽ നമുക്ക് സുന്നത്തുണ്ട്. മയ്യത്തിൻ്റെ ശരീരം മൊത്തം വെള്ളം എത്തിക്കലാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മയ്യത്ത് കുളിയുടെ ഏക ഫർള്. സാധാരണ നിർബന്ധമായ കുളി നാം കുളിക്കുന്ന സമയത്ത് 2 ഫർളുകളുണ്ടെങ്കിൽ നിയ്യത്ത് ചെയ്യലും ശരീരമാസകലം വെള്ളം എത്തിക്കലും നിർബന്ധമാണ്. സാധാരണ നമ്മളൊക്കെ നിർബന്ധമായ കുളിക്കണ സമയത്ത്. എന്നാൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്തില്ല, നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. എന്നാൽ മയ്യത്തിൻ്റെ ശരീരമാസകലം അടി മുതൽ മുടി വരെ വെള്ളം എത്തിക്കണമെന്നാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട അവസ്ഥയിൽ സ്റ്റിക്കറോ മറ്റോ മടക്കി തുന്നിയതോ കാരണം കൊണ്ട് മയ്യത്തിൻ്റെ ശരീരത്തിൽ വെള്ളം ചേർക്കപ്പെടാൻ കഴിയാത്ത ഭാഗമുണ്ടെങ്കിൽ അതിനുവേണ്ടി കുളിപ്പിക്കുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമോ മയ്യത്തിൻ്റെ മുഖത്തും കൈകളിലും തയമ്മും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഈ മയ്യത്തിൻ്റെ മേൽ നിസ്കാരം അനുവദനീയമാകാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്തു കൊടുക്കണു എന്ന നിയ്യത്ത് വെച്ചിട്ട് തയമ്മും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. മയ്യത്തിനെ കുളിപ്പിക്കുന്ന പൂർണ്ണമായ രൂപം വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടി വരും. എങ്കിലും വളരെ ഹ്രസ്വമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഉയർന്ന കട്ടിലിൽ മയ്യത്തിനെ നേരത്തെ കിടത്തിയതുപോലെ കാൽവെള്ളകളും മുഖവും കിബിലയിലേക്ക് വരുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ റൂമിലെ സൗകര്യത്തിനനുസരിച്ചോ കിടത്തിയിട്ട് കുളിപ്പിക്കുന്നവനും കുളിപ്പിക്കുന്നവനെ സഹായിക്കുന്നവനും അതുപോലെ മറ്റൊരു അഡീഷണൽ സഹായിയും മൂന്നാമത്തെ സഹായിക്കാനുള്ള വേറൊരാളും വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ മൂന്നാമത്തൊരാളും മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത രക്ഷിതാവായി നിൽക്കാൻ പറ്റുന്ന ഉപ്പയോ എളാപ്പയോ അമ്മോനോ രക്ഷിതാവായി നിൽക്കാൻ പറ്റുന്ന ഒരാളും 4 പേരാണ് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് ഏറ്റവും അഭികാമ്യമായത്. ഏറ്റവും നല്ലത് 4 പേരെങ്കിലും ഉണ്ടാവലാണ്. ഇനി പല നാടുകളിലൊക്കെ ആളുകൾ ഒന്നായിട്ട് കൂടിയിട്ട് കുളിപ്പിക്കുന്നതുമാണ്. അതൊരിക്കലും ഭൂഷണമല്ല. അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. 4 ആൾക്കാരെങ്കിലും മതി. കുളിപ്പിക്കുന്നവൻ മയ്യത്തിൻ്റെ ഇടതുഭാഗത്ത് വന്ന് നിൽക്കുകയും കുളിപ്പിക്കാൻ സഹായിക്കാൻ നിൽക്കുന്ന 2 പേരിൽ ഒരാൾ മയ്യത്തിനെ പിടിച്ച് ഉയർത്തി ഇരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ഈ സമയത്ത് മൂന്നാമത് സഹായിക്കാൻ നിൽക്കുന്നവൻ നന്നായി മയ്യത്തിൻ്റെ ശരീരത്തിൽ വെള്ളമൊഴിക്കാൻ തയ്യാറായി നിൽക്കുകയും കുളിപ്പിക്കുന്നവൻ കുളിപ്പിക്കുന്നവൻ ആ മയ്യത്തിനെ ഇരുത്തിയിട്ട് ആ മയ്യത്തിൻ്റെ വയറിൻ്റെ ഭാഗം ഒന്ന് പിന്നിലേക്ക് ചാരി ഇരുത്തിയിട്ട് വയറിൻ്റെ ഭാഗം അമർത്തി തടവുകയും ലിയുഖ്രിജ മാ ഫീഹി മിനൽ ഫളുലാത്തി എന്ന കിതാബുകളിൽ പറഞ്ഞത് വയറിൻ്റെ ഉള്ളിലുള്ള അശണ്ടകളൊക്കെ ഫളുലാത്തൊക്കെ അഥവാ കാഷ്ടവും മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു പോരാൻ വേണ്ടി കുളിപ്പിച്ചതിന് ശേഷം കഫംപുടവ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയാണ്
അങ്ങനെ മലമൂത്ര വിസർജനം നടത്തിപ്പിക്കണം എന്ന് പറയാൻ കാരണം, ഒന്ന് അമർത്തി ഒഴിയണമെന്നും ആ സമയത്ത് സഹായിക്കാൻ നിൽക്കുന്നവൻ കൂടുതൽ വെള്ളമൊഴിച്ച് അത് കട്ടിലിൽ നിന്ന് കളയണമെന്നും പിന്നീട് മയ്യത്തിനെ കിടത്തിയതിന് ശേഷം കുളിപ്പിക്കാൻ നിൽക്കുന്നവൻ അവൻ്റെ ഇടത്തെ കൈ മുഴുവനും ശീല ചുറ്റിയിട്ട്, ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗം കാണാത്ത വിധം പുതപ്പിച്ച മയ്യത്തിൻ്റെ ആ പുതപ്പിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് മയ്യത്തിൻ്റെ മുൻഭാഗവും പിൻദ്വാരവും നന്നായി വൃത്തിയാക്കുകയും പിന്നീട് ആ ശീല മാറ്റിയതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ ശീല മാറ്റിയതിന് ശേഷം ഇടത്തെ കയ്യിൽ തന്നെ വീണ്ടും നാടൻ ശീല ചുറ്റിയിട്ടോ ഗ്ലൗസ് ഇട്ടിട്ടോ മയ്യത്തിൻ്റെ മൂക്ക് വൃത്തിയാക്കുകയും ചെറിയ വിരലുകൊണ്ട് ഇടത്തെ കയ്യിൻ്റെ ചെറിയ വിരൽ കൊണ്ട് മൂക്ക് വൃത്തിയാക്കി കൊടുക്കുകയും ചൂണ്ടുവിരൽ കൊണ്ട് പല്ലൊന്ന് ചുണ്ടകത്തിയിട്ട് പല്ലൊന്ന് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന്. പിന്നീട് ആ ശീല മാറ്റിയിട്ട് മയ്യത്തിൻ്റെ തല ഭാഗം നന്നായി തലയിൽ സോപ്പ് താളിയൊക്കെ ഉപയോഗിച്ച് തലഭാഗം കഴുകി കൊടുക്കണമെന്നും പിന്നീട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് മയ്യത്തിൻ്റെ വലതുഭാഗത്തിൻ്റെ മുൻഭാഗം ഒന്നായിട്ട് ഒഴിക്കുകയും പിന്നീട് ഇടതുഭാഗം അതേപോലെ ഒന്നായി ഒഴിക്കുകയും വേണം. അഥവാ തോള് മുതൽ കാലുവരെ ശരീരത്തിൻ്റെ മുൻഭാഗം വലതുഭാഗം, പിന്നീട് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തും അതുപോലെ വെള്ളം ഒഴിക്കുക എന്ന്. പിന്നീട് തർത്തീബ് പറയുന്നത് ആദ്യം തല കുളിപ്പിക്കുകയും പിന്നെ മയ്യത്തിൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗം മലർന്നു കിടക്കുമ്പോൾ വലതുഭാഗം മുന്നേ, പിന്നെ ഇടതുഭാഗം മുൻഭാഗം, പിന്നെ മയ്യത്തിനെ ഇടതുഭാഗത്തേക്ക് ചെരിച്ച് മയ്യത്തിൻ്റെ പുറം ഭാഗം വലത്തെ ഭാഗം, പിന്നെ മയ്യത്തിനെ ചെരിച്ച് കിടത്തി വലതുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തിയിട്ട് മയ്യത്തിൻ്റെ പുറം ഭാഗം ഇടത്തെ ഭാഗം. ഇങ്ങനെയാണ് കുളിപ്പിക്കാനുള്ള തർത്തീബ് ഫുഖഹാ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ആദ്യം തല കഴുകുകയും പിന്നെ വലതുഭാഗം മുന്ന്, പിന്നെ ഇടതുഭാഗം മുന്ന്, പിന്നെ മയ്യത്തിനെ ഇടത്തെ ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തിയിട്ട് പിൻഭാഗം വലത്, പിന്നെ വലതുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തിയിട്ട് ഇടതുഭാഗം പിൻഭാഗത്ത് ഇടതുഭാഗം. ഇങ്ങനെ തല മുതൽ കാല് വരെ ഓരോ ഭാഗത്തും സോപ്പ് തേക്കുകയും വെള്ളം ഒഴിക്കുകയും പിന്നീട് ഒരു ഒഴുക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു പ്രാവശ്യം കുളിപ്പിക്കലായി നാ. ഇങ്ങനെ രണ്ടാമതും മൂന്നാമതും ആവർത്തിക്കൽ സുന്നത്താണെന്നും വൃത്തിയാകുന്നത് വരെ ഒറ്റയായി കുളിപ്പിക്കലിനെ വർദ്ധിപ്പിക്കാമെന്നും കിതാബുകളിൽ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് കുളിപ്പിക്കുന്ന പരിപൂർണമായ രൂപം. മയ്യത്ത് കുളിപ്പിക്കാൻ കുറേ സമയമാകുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും ഒക്കെ നമ്മൾ കുളിക്കുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നത് കുറേ സമയം ചെലവഴിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ പൂർണ്ണമായ കുളി കുളിപ്പിക്കുമ്പോൾ 35 മിനിറ്റ് 40 മിനിറ്റൊക്കെ ചിലപ്പോൾ കുളിപ്പിക്കാനാകും. അപ്പോൾ അത് പരിപൂർണമായ രീതിയാണ് ഇപ്പോൾ വിശദീകരിച്ചത്. നേരത്തെ പറഞ്ഞ ശരീരമാസകലം വെള്ളം എത്തിക്കുക എന്നാണ് മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കുളി ഉള്ളത്. ഇപ്പോൾ വിശദീകരിച്ചത് കുളിപ്പിക്കുന്നതിൻ്റെ പൂർണ്ണമായ രൂപമാണ്. അള്ളാഹു നമ്മുടെ ഇൽമു നാഫിയാക്കി തരട്ടെ. പിന്നീട് നന്നായി തോർത്തി കൊടുക്കുകയും മുടിയൊക്കെ നല്ലോണം ചീകി ഒതുക്കി കൊടുക്കുകയും, സ്ത്രീകളാകുമ്പോൾ മുടി 3 ഇഴകളായി, മുൻഭാഗത്തെ മുടിയും 2 സൈഡിലെ മുടിയൊക്കെ 3 ഇഴകളായി മുടയുകയും അത് പിന്നിലേക്ക് തൂക്കിയിടുകയുമാണ് വേണ്ടത്. 3 മുടച്ചിലായി മുടഞ്ഞാണ്ട് പിന്നിലേക്ക് തൂക്കിയിടുകയാണ് വേണ്ടത്. അഥവാ വല്ല മുടിയും പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ട മുടികളൊക്കെ എടുത്ത് കഫം പുടവയിൽ വെക്കണമെന്ന് പ്രത്യേകം ഫുഖഹാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് ചില മസ്അലകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സമയം വൈകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇത് ഇനി എന്നെ കൊണ്ട് ചുരുക്കി പറയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഒന്ന്, കുളിപ്പിക്കുമ്പോൾ മയ്യത്തിൻ്റെ ഔറത്തിൽ കരുതി കൂട്ടി നോക്കുകയോ തുണിക്കഷ്ണം ചുറ്റി അല്ലാതെ തൊടുകയോ ചെയ്യുന്നത് ഹറാമാകുന്നു. കരുതി കൂട്ടി നോക്കാനും പാടില്ല, അതുപോലെ തുണിയില്ലാതെ തുണി ചുറ്റിയല്ലാതെ തൊടാനും പാടില്ല. തുണി ചുറ്റാതെ തൊടലും കരുതി കൂട്ടി നോക്കലും ഹറാമാണ്. അതുപോലെ ഔറത്തല്ലാത്ത ഭാഗം, മബൈന സുറത്തി വറുക്കുബത്തി, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം അല്ലാത്തയിടത്ത് ആവശ്യമാണെങ്കിൽ കുളിപ്പിക്കുന്ന ആൾക്ക് നോക്കാം. ആവശ്യമില്ലാതെ നോക്കൽ കറാഹത്താണ്.
2, മയ്യത്തിൻ്റെ ദേഹത്തിൽ അസാധാരണമായി വല്ലതും ഉണ്ടായാൽ, ഏതുപോലെ മുഖം പ്രകാശിക്കുക, സുഗന്ധവാസന പുറപ്പെടുക പോലെയുള്ള നല്ല ലക്ഷണങ്ങൾ കണ്ടാൽ മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാം. എന്നാൽ മുഖം കറുത്തിരിക്കുക, രൂപം മാറുക, ദുർഗന്ധമുണ്ടാവുക പോലെയുള്ള ദുർലക്ഷണങ്ങൾ, മോശമായ അടയാളങ്ങൾ വല്ലതും കണ്ടാൽ അത് മറച്ചു വെക്കലും സുന്നത്താകുന്നു. പിന്നെ കുളിപ്പിക്കുന്നതിന് വെള്ളം കിട്ടാതെ വരികയോ, പൊള്ളലേൽക്കുക, മയ്യത്ത് കിട്ടാൻ വൈകിയത് കൊണ്ട് അളിഞ്ഞു പോവുക, വെള്ളം ഉപയോഗിക്കാൻ തടസ്സമാകുന്ന രൂപത്തിൽ അളിഞ്ഞു പോവുക പോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും കുളിപ്പിക്കുകയല്ല വേണ്ടത്, മയ്യത്തിനെ തയമ്മും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. 4, കുളിപ്പിച്ചതിന് ശേഷം മയ്യത്തിൽ നിന്ന് വല്ല നജസും പുറപ്പെട്ടാൽ പണ്ഡിതന്മാർ പറഞ്ഞത് അത് മാത്രം വൃത്തിയാക്കിയാൽ മതി, ഇനി വുളു ഒന്നും മടക്കേണ്ടതില്ല എന്ന്. ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ തല കഴുകുന്നതിൻ്റെ മുമ്പ് അഥവാ മലമൂത്ര വിസർജനമൊക്കെ നടത്തിച്ചതിന് ശേഷം ഒരു പരിപൂർണമായ വുളു ഉണ്ടാക്കി കൊടുക്കലുണ്ട്. കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല, കുളിക്കാൻ തുടങ്ങുമ്പോൾ തല കഴുകുന്നതിൻ്റെ മുമ്പായി പൂർണ്ണമായൊരു വുളു ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്തുണ്ടായിരുന്നു. ആ വുളു ഒന്നും ഇനി മടക്കേണ്ടതില്ല. പല സ്ഥലത്തും ഈ വുളു ലാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുന്നുണ്ട്. ലാസ്റ്റ് കുളിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് വുളു ഇല്ല. കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത്, സാധാരണ നമ്മളൊക്കെ കുളിക്കുന്ന സമയത്ത് വുളു ചെയ്യുന്നത് പോലെ മയ്യത്ത് കുളിക്കും. കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പിലാണ് പരിപൂർണമായ വുളു ചെയ്തു കൊടുക്കേണ്ടത്. ഇനി വല്ല നജസും പുറപ്പെട്ടാൽ അത് കഴുകി വൃത്തിയാക്കിയാൽ മതി. ഏതിൻ്റെ ആവശ്യമില്ല, വുളു ഒന്നും മടക്കേണ്ടതില്ല. ഇനി അടുത്തത് 5-മത്തത്, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളാണെങ്കിലും, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളാണ് എന്നാലും കുളിപ്പിക്കണം. ഇനി മരിക്കണീൻ്റെ മുമ്പ് ജനാബത്തുകാരോ അതല്ലെങ്കിൽ ഹൈലുകാരിയോ അങ്ങനെ നേരത്തെ കുളി നിർബന്ധമായ ആളാണെങ്കിലും ഒരു വട്ടം തന്നെ കുളിപ്പിച്ചാൽ മതിയാകും. പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വുളു കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ദുആ ഉണ്ട്. ആ ദുആ ആ മയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല നമ്മളൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇനി കഫൻ ചെയ്യുന്ന രീതിയാണ്. മയ്യത്തിന് നന്നായി തോർത്തി കൊടുക്കണം. ഈർപ്പം ഒന്നുമില്ലാത്ത വിധം. ഈ സമയത്ത് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ കർപ്പൂരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ കർപ്പൂരം എന്ന് പറഞ്ഞ സാധനം അഥവാ ക്ഷുദ്രജീവികൾ, പുഴുക്കൾ പോലെയുള്ളവ ശരീരത്തിൽ പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർപ്പൂരം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെള്ളത്തിലിടുന്നത്. ഇത് കുറച്ച് കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ട് ഒന്ന് ശരീരം കഴുകി കൊടുക്കണം ലാസ്റ്റ് ഒഴുക്ക് വെള്ളം പാരുന്ന സമയത്ത്. എന്നിട്ടാണ് തോർത്തി കൊടുക്കേണ്ടത്. തോർത്തി കൊടുത്ത് മുടിയൊക്കെ ശരിക്ക് മടഞ്ഞു കൊടുത്ത് ശരിക്ക് വാർന്നു കൊടുത്തതിന് ശേഷം, ഈ സമയത്തൊന്നും മയ്യത്തിൻ്റെ ഔറത്ത് കാണുന്നൊരു സാഹചര്യം ഇല്ല. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കഫൻ ചെയ്യൽ ആണ് വേണ്ടത്. ജീവിതകാലത്ത് ഉപയോഗിക്കൽ അനുവദനീയമായ ഏത് വസ്ത്രവും കഫൻ പുടവയായി ഉപയോഗിക്കാം. വില കൂടിയതും അതുപോലെ കളർ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കലാണ് നല്ലത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യമനി നിർമ്മിതമായ കോട്ടൺ വസ്ത്രങ്ങളിലാണ് കഫൻ ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ ഇൽബസൂ മിൻ സിയാബിക്കുമുൽ ബയാള വ കഫിനു ഫിഹാ മൗതാക്കും, നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കുക, അതിൽ തന്നെ വെളുത്ത വസ്ത്രത്തിൽ നിങ്ങൾ മരിച്ചവരെ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് കോട്ടൺ പഞ്ഞി വസ്ത്രങ്ങളിലാവലാണ് ഏറ്റവും നല്ലത്. പുരുഷന്മാർക്ക് പട്ട് ഉപയോഗിക്കൽ ഹറാമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും കഫൻ ചെയ്യാൻ പട്ട് ഉപയോഗിക്കൽ കറാഹത്തുമാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതകാലത്ത് ഉപയോഗിക്കൽ അനുവദനീയമായ വസ്ത്രം കഫൻ പുടവയായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആണിനെ സംബന്ധിച്ചിടത്തോളം ആകെ മൂടുന്ന 3 വസ്ത്രങ്ങളും, പെണ്ണിന് നിസ്കാരക്കുപ്പായം, തുണി, മക്കന, ആകെ മൂടുന്ന 2 വസ്ത്രങ്ങൾ, ഇങ്ങനെ 5 വസ്ത്രങ്ങളും, പുരുഷന് ആകെ മൂടുന്ന ശരീരത്തിനെ മൂടി പൊതിയാൻ പറ്റുന്ന
3 വസ്ത്രങ്ങളുമാണ് കഫംപുടവയായി ഉപയോഗിക്കേണ്ടത്. മയ്യത്തിനെ ആകെ പൊതിയത്തക്ക വിധമുള്ള 3 വെള്ള വസ്ത്രം കൊണ്ട് ഒന്ന്, അഥവാ മയ്യത്തിനെ വെച്ചാൽ മയ്യത്തിനേക്കാൾ അല്പം നീളം കൂടുതലുള്ള വസ്ത്രം, അതിൽ ഉലുവാന് കുന്തിരിക്കം പോലത്തത് പുകപ്പിച്ച് നന്നായി കർപ്പൂരവും മറ്റു സുഗന്ധദ്രവ്യങ്ങളൊക്കെ തേക്കാൻ പറ്റുകയാണെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലത്. ചന്ദനം, കർപ്പൂരം, മറ്റു സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ തളിക്കാം, ഉപയോഗിക്കാം, പ്രത്യേകം നല്ലതാണ് അല്ലേ. കിതാബുകളിൽ കാണാം, വലൗ തുയ്യിബ ജമീഉ ബദനിഹി ഫഹസനുൻ, മയ്യത്തിൻ്റെ ശരീരം മൊത്തം സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ ഫിഖിൻ്റെ കിതാബുകളിൽ കാണാം. അതിനു മുകളിൽ ഓരോന്നിനും മീതെ ഓരോന്നായി 3 വസ്ത്രങ്ങളെ വെക്കുകയും മയ്യത്തിനെ 3ാമത്തെ വസ്ത്രത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം, ഇതൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ആർക്കും എത്തി നോക്കാൻ സാധിക്കാത്ത വിധമുള്ള മറയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യേണ്ടത് എന്നാണ്. മയ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തെ മുന്തിച്ച് ആദ്യം മേലെ വിരിച്ച വസ്ത്രം മടക്കുകയും പിന്നീട് വലതുഭാഗത്തു നിന്ന് ഇടതുഭാഗത്തേക്ക് മടക്കുകയും, ഇങ്ങനെ ഓരോ വസ്ത്രവും വളരെ വൃത്തിയായി നല്ല വലിച്ച് ടൈറ്റാക്കി കെട്ടുകയുമാണ് വേണ്ടത്. ഇതൊക്കെ കാണിച്ചു തന്ന് പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട വിഷയങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നിസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. മയ്യത്ത് നിസ്കാരം, മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകൽ, ഇതൊക്കെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകട്ടെ. അല്ലാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ഇൽമു നാഫിയാക്കി തരട്ടെ. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് കൂടുതൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.